നടൻ മാത്രമല്ല, അധികാരിയായി മാറിയിരിക്കുകയാണ് വിജയ്. MGR ഭരണം അത് ആരാധകർ കണ്ടതാണ്. അതുപോലെ തന്നെ ഞെട്ടിച്ച വിജയം നേടിക്കൊണ്ടാണ് ഇപ്പോൾ ദളപതി വിജയ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ചിരിക്കുന്നത്. വെറുമൊരു തുടക്കമല്ല, മറിച്ച് തമിഴ്നാടിനെ നയിക്കാൻ മുഖ്യനായി തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയായാണ് അരങ്ങേറ്റം കുറിച്ചത്. വിട്ടുവീഴ്ചയില്ലാത്ത അഴിമതിരഹിത ഭരണം, അതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. വെറും വാക്ക് പറഞ്ഞ് പറ്റിക്കില്ല, പട്ടിണി എന്തെന്ന് തനിക്കറിയാം. ധവളപത്രം പുറത്തിറക്കിയ ശേഷം പ്രവർത്തനം ആരംഭിക്കും. ഇതാ നിങ്ങളുടെ സർക്കാർ, എന്റേതല്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയുടെ വാക്കുകളാണ് ഇത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. തിരഞ്ഞെടുപ്പ് സമയത്ത് താൻ നൽകിയ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയ 3 ഫയലുകളിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട ഫയലുകൾ, അതിലൊന്ന് 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം എന്ന പ്രഖ്യാപനം അടങ്ങിയത്. രണ്ടാമത്തേത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിനുള്ള പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കുന്നതിനുള്ള ഫയൽ. ലഹരിക്കെതിരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരണം. ഇവയാണ് ആ 3 ഫയലുകൾ. ചുരുക്കി പറഞ്ഞാൽ വിജയ് സ്ഥാനമേറ്റതിന്റെ ആദ്യ ചുവടുകൾ വച്ചു കഴിഞ്ഞു എന്നതിന്റെ നേർക്കാഴ്ച. വെള്ളിത്തിരയിലെ നായകൻ ഒടുവിൽ തമിഴ്നാടിന്റെ നായകനാകുന്നു എന്നതാണ് ഇതിലൂടെ ജനങ്ങൾ കാണുന്നത്. മതേതര സോഷ്യലിസ്റ്റ് സർക്കാരിന് തുടക്കം എന്നാണ് വിലയിരുത്തപ്പെട്ടത്. TVK അധ്യക്ഷനും സൂപ്പർ താരവുമായ ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി രാവിലെ 10 മണിക്ക് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നൽകിയ സത്യവാചകം വിജയ് ചൊല്ലുകയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്തു. വിപുലമായ ചടങ്ങായിരുന്നു ഒരുക്കിയത്. ചടങ്ങിന് സാക്ഷിയാകാൻ വിജയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നടി തൃഷയും പങ്കുചേർന്നു. TVK പ്രവർത്തകരും സിനിമാ താരങ്ങളും അടക്കം വലിയ ഒരു നിര തന്നെയായിരുന്നു അവിടെ എത്തിയത്. 10 ലക്ഷം കോടിയിലേറെ കടം വരുത്തിയ സർക്കാർ ആയിരുന്നു തമിഴ്നാടിൻ്റേത്. അതിന് മാറ്റം വരുത്തും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം വൈകാരികമായ ഒരു പ്രസംഗം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്. കഴിഞ്ഞ സർക്കാർ വരുത്തിവെച്ച ബാധ്യതകളും ഖജനാവ് കാലിയായതും എല്ലാം പരാമർശം നടത്തി. തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാടുകൾ പ്രസംഗത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനും വിജയ് മറന്നില്ല. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന, ലഹരിക്കെതിരെയുള്ള സ്ക്വാഡ് തുടങ്ങി താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായ അക്കമിട്ട് പറയുകയും ചെയ്തു മുഖ്യമന്ത്രി വിജയ്. പിന്തുണ നൽകിയ കക്ഷികൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം. ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടായിരുന്നു ആദ്യ പ്രസംഗം. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് 9 മന്ത്രിമാരാണ്. നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ലിസ്റ്റിൽ കോൺഗ്രസ് മന്ത്രിമാരില്ല. കോൺഗ്രസ് മന്ത്രിമാരെ വിശ്വാസ വോട്ടിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. 9 മന്ത്രിമാരിൽ ഒരു വനിതാ മന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം സെൽവി എസ് കീർത്തന എന്ന 28-കാരിയാണ് ആ വ്യക്തി. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന പ്രത്യേകത കൂടി കീർത്തനയ്ക്കുണ്ട്. ശിവകാശിയിൽ നിന്നുള്ള MLA ആണ് കീർത്തന. TVKയുടെ പ്രായം കുറഞ്ഞ വനിതാ MLA. പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് ആയിരുന്നു മുൻപ് കീർത്തന. ഇത്തരത്തിൽ വലിയൊരു പിന്തുണയോടെയാണ് ഇപ്പോൾ വെള്ളിത്തിരയിലെ നായകൻ ഒടുവിൽ തമിഴ്നാടിന്റെ നായകനാകുന്നു എന്നതാണ് ഇതിലൂടെ ജനങ്ങൾ കാണുന്നത്.